നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പാൽമുതുക്കിനെയാണ്. ശരീരം തടിപ്പിക്കുന്ന മൂലഗന്ധമാണ് പാൽമുതുക്കിനുള്ളത്. ആയുർവേദത്തിൽ ഇതിനെ ഒരു വാതഹാര ഔഷധമായാണ് കണക്കാക്കുന്നത്. കോൺവോൾവുലേസി കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രനാമം ഐപ്പോമിയ പാനിക്കുലേറ്റ എന്നതാണ്. ഇതിന് 2 ഇനങ്ങളുണ്ട്: വെള്ളപ്പാൽമുതുക്ക്, കരിമുതുക്ക്. വെള്ളപ്പാൽമുതുക്കാണ് നമ്മൾ ഔഷധമായി ഉപയോഗിക്കുന്നത്. ഇത് നദീതീരങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലുമാണ് കൂടുതലായി വളരുന്നത്. സംസ്കൃതത്തിൽ ഇതിനെ ക്ഷീരാദിനി, പയസ്വിനി, ഇക്ഷുഗന്ധ എന്നെല്ലാം വിളിക്കുന്നു. പിരിഞ്ഞു പിരിഞ്ഞു കാണുന്ന വള്ളികളായിട്ടാണ് ഇതുണ്ടാകുന്നത്. ഇതിൻ്റെ ഇലകൾക്ക് കൈപ്പത്തിയുടെ ആകൃതിയാണുള്ളത്. 5 മുതൽ 7 വരെ ആയിട്ടാണ് പത്രങ്ങൾ വിഭജിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇലകൾക്കും തണ്ടിനും ചക്കരക്കിഴങ്ങിൻ്റെ ഇലയും തണ്ടുമായി സാമ്യമുണ്ട്. ഇതിൻ്റെ ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. പത്രകക്ഷങ്ങളിൽ നിന്നാണ് പൂങ്കുല വൃന്തങ്ങൾ ഉത്ഭവിക്കുന്നത്. പൂങ്കുല വൃന്തങ്ങൾക്ക് 5 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. പൂക്കൾ വെള്ളയോ താമ്രമോ നീലലോഹിതമോ ആയി കാണപ്പെടുന്നു. ഫലങ്ങൾ ക്യാപ്സ്യൂളുകളാണ്. ഇതിന് 8 മില്ലിമീറ്റർ വരെ നീളമുണ്ടാകും. ഒരു ഫലത്തിൽ 4 വിത്തുകൾ ഉണ്ടാകും. ഇതിൻ്റെ വേര് വീർത്ത് തടിച്ച ഗത പോലെയോ മന്തു ബാധിച്ച കാല് പോലെയോ ആണ് ഉണ്ടാകുക. അതിൻ്റെ ഉപരിതലം മഞ്ഞ കലർന്ന പച്ച നിറമോ താമ്രവർണ്ണമോ ആയിരിക്കും. മൂലഗന്ധത്തിൽ റെസിൻ, സ്റ്റാർച്ച്, പഞ്ചസാര തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു. ഇത് ഒരു വാതഹാര ഔഷധമായാണ് ഉൾപ്പെടുന്നത്. ശരീരപുഷ്ടിക്കും ഇത് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ മൂലഗന്ധമാണ് ഏറ്റവും ഉപയോഗപ്രദമായ ഭാഗമായി കണക്കാക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. ഈ പാൽമുതുക്ക് അല്ലെങ്കിൽ വിതാരി എന്ന് പറയും. വിതാരിയാദി ആസവം, വിതാരിയാദി കഷായം, വിതാരിയാദി ലേഹ്യം, ഇങ്ങനെ അനവധി മരുന്നുകൾ ഈ മരുന്ന് ചേർത്ത് ആയുർവേദത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ശരീരത്തിന് പോഷകം കൊടുക്കുന്നതാണ്, ശീതവീര്യമാണ്. ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥിസ്രാവത്തിൽ ഇത് പൊടിച്ചിട്ട് പാലിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ശമനം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പ്രസവിച്ച് കിടന്ന സ്ത്രീകൾക്ക് ഈ മുലപ്പാലില്ലെങ്കിൽ ഈ പാൽമുതുക്ക് പാലിൽ തിളപ്പിച്ച് ദിവസേന കൊടുത്തു കഴിഞ്ഞാൽ മുലപ്പാൽ ധാരാളം ഉണ്ടാകും. ഇത് ഈ ശരീരത്തിൽ ചൂട് കുറയ്ക്കാനും നല്ലതാണ്. അതേസമയം തന്നെ ഇത് വാതശമനാണ്. ഇനി മാത്രമല്ല ഈ ശരീരത്തിന് പോഷകം ധാരാളം കൊടുക്കുന്നതായതുകൊണ്ട് നിത്യേന ഉപയോഗിക്കാൻ പറ്റിയൊരു ഔഷധമാണ്.